അങ്ങനെ ഇലക്ഷൻ്റെ കാര്യങ്ങൾ അടുക്കുകയായി. വാസവനും പാർട്ടിക്കാരും ശ്രീകാര്യം ശ്രീനിവാസനും വിക്രത്തിൻ്റെ പിന്തുണയായിട്ടുള്ള പാർട്ടിക്കാരൊക്കെയായി ഇലക്ഷൻ്റെ തിരക്കിലാണ്. വേദ പതിവ് പോലെ ഓഫീസിൽ പോവുകയും ചെയ്യുന്നു. ശ്രീകാര്യം ശ്രീനിവാസനും വിക്രവും ഇലക്ഷൻ്റെ കാര്യങ്ങളുമായി പോകുന്നത് വേദ ഓഫീസിൽ വെച്ച് പോകുന്ന സമയത്ത് കാണാൻ ഇടയാകുന്നു. ആ സമയം വേദ ഒരു ദേഷ്യഭാവം അഭിനയിച്ചാകും വിക്രത്തെ നോക്കുന്നത്. എന്നാൽ വിക്രമാകട്ടെ സ്നേഹത്തോടെയും ഒരു ചെറിയ മൗനച്ചിരിയോടെയാകും വേദയെ നോക്കുന്നത്. പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ വേദ ഓഫീസിലേക്ക് പോകുന്നു. ഇലക്ഷൻ്റെ സമയത്ത് നടത്താനിരുന്ന ശ്രീകാന്തിൻ്റെ പ്ലാന് വർക്കൗട്ടാക്കാൻ തീരുമാനിക്കുകയാണ് ശ്രീകാന്ത്. എത്രയും പെട്ടെന്ന് വിക്രത്തെ എന്നേക്കുമായി ഒഴിവാക്കാൻ പ്ലാൻ ഇടുകയാണ്. ഇനിയും കാര്യങ്ങൾ വൈകിയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ ശ്രീകാന്ത് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഏർപ്പാടാക്കുകയാണ്. ശ്രീകാന്തിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്ലാനിൽ വാസവനും ശ്രീകാര്യം ശ്രീനിവാസനും വിക്രവും അടങ്ങുന്ന 2 പാർട്ടിക്കാരെയും തമ്മിൽ തെറ്റിച്ച് അടി ഉണ്ടാക്കി അവിടെ ഒരു ഗുണ്ടയെ കടത്തിവിടുക ആ സമയത്ത്. എന്നിട്ട് ആ ഗുണ്ടയെ വിട്ട് വിക്രത്തെ തീർക്കാനാകും ശ്രീകാന്തിൻ്റെ പ്ലാന്. അങ്ങനെ ഈ ഒരു പ്ലാന് ശ്രീകാന്ത് ആ കാര്യങ്ങളെല്ലാം തന്നെ വർഷയുടെ അച്ഛനുമായി കൂടിച്ചേർന്ന് പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കുന്നു. വേദയാണെങ്കിൽ ശ്രീകാര്യം ശ്രീനിവാസന് എതിരെയുള്ള കേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാര്യം ശ്രീനിവാസൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കണം, അയാളുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവരണം എന്ന ലക്ഷ്യമാണ് വേദയ്ക്ക്. അങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നു പോകവേ ശ്രീകാര്യം ശ്രീനിവാസൻ്റെയും വാസവൻ്റെയും പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ദിവസം വന്നെത്തി. വിക്രം ശ്രീകാര്യം ശ്രീനിവാസൻ്റെ കൂടെ മുന്നിൽ തന്നെ ഉണ്ടാകും. തൻ്റെ അച്ഛനായ വാസവൻ്റെ കൂടെ വരുണും ഉണ്ടാകും. വരുണിനും വിക്രത്തിനും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. പക്ഷേ ആ പാർട്ടിക്കാർ തമ്മിൽ ചിലതൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ്. വിക്രം ഇടപെട്ട് അത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇതേ കാര്യം തന്നെ, അതായത് ഒത്തുതീർപ്പാക്കേണ്ട കാര്യം തന്നെ വിക്രം വരുണിനോടായിട്ടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വരുണിനോടായിട്ട് പറയുകയാണ്, ഇങ്ങനെ ഇലക്ഷൻ്റെ മുൻപ് തന്നെ വഴക്കും കാര്യങ്ങളൊക്കെ ആയാൽ ശരിയാകില്ല, എങ്ങനെയെങ്കിലും നീ നിൻ്റെ പാർട്ടിക്കാരെ പറഞ്ഞു മനസ്സിലാക്ക്, ഞാനും എൻ്റെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞ് സംസാരിക്കാം. അപ്പോൾ വരുണാണെങ്കിലും ഈ സമയം പറയുന്നുണ്ട്, വിക്രം ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, കാര്യങ്ങൾ മുൻപോട്ട് പോയാൽ ഇങ്ങനെ തന്നെ പോയാൽ ശരിയാകില്ല, ഞാൻ ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ നോക്കിക്കോളാം ചേട്ടാ. അങ്ങനെ വിക്രവും വരുണും പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വരുണും വിക്രവും ഒക്കെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കാര്യങ്ങളൊന്നും തന്നെ ഒത്തുതീർപ്പാകുന്നില്ല. ആദ്യം തുടങ്ങിയ ചെറിയ വഴക്കിൻ്റെ ഗതി മാറി വലിയ ഒരു വഴക്കിലേക്കാകും കടക്കുന്നത്. കാരണം ഈ വഴക്ക് ഒരു വലിയ ലഹളയാക്കാൻ വേണ്ടി ശ്രീകാന്ത് പൈസ കൊടുത്ത് ഏർപ്പാടാക്കിയ ഗുണ്ടകളാകും ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ വിക്രവും വരുണും പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ നടക്കുന്നില്ല. ഈ സമയം വിക്രത്തെ കൊല്ലാനായി തോക്കുമായി ഒരു ഗുണ്ട വിക്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വരുന്നു. അങ്ങനെ വെടിവെക്കാനായി തോക്ക് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും അതിനിടയിൽ വരുൺ വന്ന് പെടുകയാണ്. വിക്രത്തിനെ നേർക്ക് കൊള്ളേണ്ട ആ ഒരു വെടിയുണ്ട കൊള്ളുന്നത് വരുണിൻ്റെ നേർക്കായിരിക്കും. അങ്ങനെ വരുൺ വെടിയുണ്ടയേറ്റ് വീഴുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയം ഗൺഷൂട്ടിൻ്റെ ആ ഒരു സൗണ്ട് കേട്ട് ആളുകൾ ചിതറിയോടുന്നു. അതേസമയം വരുൺ വെടിയുണ്ട കൊണ്ട് താഴെ വീഴുന്നു. വാസവൻ അത് കാണുമ്പോൾ മോനെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് ഓടി വരുന്നു. ഇത് കണ്ട് വിക്രം വരുണിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ തീരുമാനിക്കുമ്പോഴേക്കും വിക്രത്തെ മറ്റൊരു ഗുണ്ട കത്തി കൊണ്ട് കുത്തുകയാണ്. അതായത് വിക്രത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ആ ഒരു ഗൺഷൂട്ട് ഏർപ്പാടാക്കിയത്. പക്ഷേ അത് കൊള്ളുന്നത് വരുണിനാണെന്ന് മനസ്സിലാക്കിയ വേറൊരു ഗുണ്ട വിക്രത്തെ എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി മറ്റൊരു ഗുണ്ട അങ്ങനെ കത്തി കൊണ്ട് കുത്തുകയാണ്. അങ്ങനെ കുത്തേറ്റ വിക്രം താഴെ വീഴുന്നു. ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാർ എത്തിയിട്ടുണ്ടാകും. പരിക്കേറ്റ വരുണിനെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു.
ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ വരുണിനെ വെടിവെച്ചത് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ ആളുകളാണെന്ന് കള്ളത്തരം പറഞ്ഞു പരത്തുകയാണ്. അങ്ങനെ പോലീസുകാർ ഇതെല്ലാം കേട്ടപാടെ ആദ്യം തന്നെ അന്വേഷിക്കുന്നത് വിക്രത്തെയാകും. അതിലെ മെയിൻ പോലീസ് ഉദ്യോഗസ്ഥനും ശ്രീകാന്തും ഓൾറെഡി പൈസ കൊടുത്ത് ഒക്കെ എല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷേ പറഞ്ഞു വെച്ചിരുന്ന പ്ലാനിൽ വിക്രത്തെ കൊല്ലും, അത് വാസവൻ്റെ തലയിൽ ഇടണം എന്നാകും പ്ലാനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞ ആ ഒരു അവസ്ഥയിൽ പോലും വിക്രത്തോടുള്ള പക തീർക്കാൻ വേണ്ടി ആ സമയത്ത് വിക്രമാണ് എല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർക്കാനാകും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തീരുമാനം. എന്നിട്ട് പോലീസുകാർ വിക്രത്തെ അന്വേഷിക്കുകയെങ്കിലും വിക്രത്തെ അവിടെ എങ്ങും കാണാൻ സാധിക്കുന്നില്ല. എല്ലാവിടെയും പരിശോധിക്കും, പക്ഷേ എവിടെയും അവിടെ ഒന്നും തന്നെ വിക്രം ഉണ്ടാകില്ല. വിക്രത്തെ അപ്പോഴേക്കും വിക്രത്തിൻ്റെ വർക്ക്ഷോപ്പിലുള്ള കൂട്ടുകാരാകും വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടാവുക. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് വരുണിനെയാകും. വരുണിൻ്റെ അവസ്ഥ വളരെ മോശ സാഹചര്യത്തിലേക്കാകും പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാരും നഴ്സുമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെ പെട്ടെന്നിങ്ങനെ ഓടുന്നുണ്ടാവും. വളരെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ഓടുന്നു. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് വരുണിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. വരുൺ അങ്ങനെ മരണപ്പെടുകയാണ്. അതേസമയം വാസവനാകെ തകർന്നു പോകുന്നു. വരുണിൻ്റെ മരണം വിക്രത്തിൻ്റെ തലയിലാകും ചെന്ന് പെടുന്നത്. ഇതെല്ലാം ന്യൂസിലും സോഷ്യൽ മീഡിയയിലും ചർച്ചയായി കൊണ്ടിരിക്കുകയാണ്. വിക്രത്തിനെ പോലീസ് അന്വേഷിച്ച് നടക്കുന്നു. വിക്രം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു സ്ഥലത്ത് ആ ഒരു കുത്തേറ്റ് ഹോസ്പിറ്റലിൽ പോലും പോകാൻ സാധിക്കാതെ കിടക്കുന്നുണ്ട് വേദനയോടുകൂടി. നല്ലപോലെ ബ്ലീഡിങ്ങും ഉണ്ടാവും. അവർ ഒരു തോർത്തൊക്കെ ഇങ്ങനെ മുറുക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും തന്നെ ബ്ലീഡിങ് നിൽക്കുന്നുണ്ടാവില്ല. വിക്രത്തിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ വേദയെ വിളിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ വേദയെ ഫോൺ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. വേദ ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടുന്നു. ശേഷം പറയും, വിക്രത്തെ ചക്രവാണി സാറിൻ്റെ ഓഫീസിൽ എത്തിച്ചാൽ മാത്രം മതി, ഞാൻ അങ്ങോട്ട് വണ്ടിയായി വരാമെന്ന് പറയുന്നു. അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ വേദ ഈ കാര്യങ്ങളെല്ലാം തന്നെ വരുണിൻ്റെ മരണവും അതുപോലെ ആ ഒരു കേസ് വിക്രത്തിൻ്റെ തലയിലാണ് വന്ന് പെട്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ന്യൂസിലൊക്കെ അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ മൊബൈലിൽ എല്ലാ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം തന്നെ കണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു വേദ. അതോടൊപ്പം തന്നെ വേദയ്ക്ക് ഉറപ്പായിരുന്നു വിക്രം അങ്ങനെ ചെയ്യില്ലെന്ന് 100% ഉറപ്പുണ്ടായിരുന്നു വേദയ്ക്ക്. അങ്ങനെ വേദ വിക്രത്തിൻ്റെ അടുത്ത് എത്തുന്നു. ശേഷം വിക്രത്തെ വണ്ടിയിൽ കയറ്റി വേദയുടെ വീട്ടിലേക്കാകും കൊണ്ടുപോകുന്നത്. വേദയുടെ കൂടെ അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിക്രത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു വിക്രത്തെ വേദയുടെ വണ്ടിയിലേക്ക് കയറ്റുന്നത്. എന്നിട്ട് പിന്നെ അവർക്ക് ആശ്വാസവാക്കുകൾ കൊടുക്കുന്നുണ്ട്. ഞാനിത് ഓക്കെ ആക്കിക്കോളാം, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വേദ വിക്രത്തെ കൊണ്ടുപോകുന്നു. അതേസമയം വേദയുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും തന്നെ ഉറങ്ങിയിട്ടുണ്ടാവും. ആരും അങ്ങനെ ഉണർന്നിരിക്കുന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയുടെ അച്ഛനാണെങ്കിലും ഈ ഒരു പ്ലാനൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തായിരിക്കും. അപ്പോൾ ആരും കാണും എന്നുള്ള ഭയം വേദയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ വിക്രത്തെ ഒറ്റയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു മുകളിലേക്ക് ഇങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട്. വിക്രത്തിനാണെങ്കിൽ നടക്കാൻ ഏറെ ബുദ്ധിമുട്ടുമാണ്. വേദയാണെങ്കിൽ തോളിൽ താങ്ങി പതുക്കെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ കിടത്തുകയാണ്. ബ്ലീഡിംഗ് ഉള്ള സ്ഥലത്ത് തുണി മുറുക്കെ വലിച്ചു കേട്ടും വിക്രം ആണെങ്കിൽ ആകെ അവശനിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ട് കത്തിക്കൊണ്ട് അവിടെ. വേദ നല്ലതുപോലെ കെയർ ചെയ്യുന്നു വിക്രത്തെ. വിക്രം ആണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ അറിയുന്നുണ്ട്. ഇടയ്ക്ക് അത്ര ഒരു വേദനയിലും വേദ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് വിക്രം. അങ്ങനെ വേദയുടെ ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം വീഡിയോ കോൾ ചെയ്യുകയാണ്. കാരണം ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ വേദയ്ക്ക് അറിയുന്ന ഒരു ഗൾഫിലുള്ള ഒരു ഡോക്ടറാകും അത്. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ വേദ ചെയ്യേണ്ട എല്ലാ കെയറും വിക്രത്തിന് കൊടുക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം വിക്രത്തിൻ്റെ ആ ഒരു ബ്ലീഡിങ് നിൽക്കുകയാണ്. വിക്രത്തിനാണെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടാവും. വേദയുടെ മടിയിൽ കിടത്തി അങ്ങനെ വിക്രത്തെ നല്ലപോലെ കെയർ ചെയ്ത് തലയിലേക്ക് ഇങ്ങനെ തലോടി കൊടുക്കുന്നൊക്കെ ഉണ്ടാവും നമ്മുടെ വേദ. അങ്ങനെ വിക്രം ഉറക്കത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നേരം വെളുക്കുന്നത് വരെയും വിക്രം വേദയുടെ മടിയിലായിരിക്കും കിടന്നുറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നേരം വെളുക്കുന്ന സമയത്ത് അങ്ങനെ കണ്ണ് തുറന്നിങ്ങനെ നോക്കുന്ന സമയത്ത് വിക്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ വേദ ഉണ്ടാവും. വേദ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ വേദ ഇങ്ങനെ ഉറങ്ങി വിക്രത്തെ ഇങ്ങനെ ഒരു കെയർ
ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിക്രമാണെങ്കിൽ ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് സ്നേഹമാണ് വിക്രത്തിനോട് വേദയ്ക്കുള്ളത്. എന്നിട്ടിങ്ങനെ മനസ്സിലാണെങ്കിൽ ആലോചിക്കും, ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിട്ടും എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചത് എന്നുള്ള ആ ഒരു നോട്ടായിരിക്കും വിക്രത്തിൻ്റെ മുഖത്ത്. അപ്പോൾ വിക്രം ഇങ്ങനെ ഉണർന്നപ്പോൾ അത് വേദ അറിയുന്നു. അപ്പോൾ വേദ കണ്ണ് തുറന്ന ഉടനെ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് വിക്രം, ഇപ്പോൾ ഓക്കെ ആയോ, എല്ലാം ശരിയായില്ലേ, ഇപ്പോൾ ഒത്തിരി ക്ഷീണമൊക്കെ കുറവുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദനയുണ്ട് ഇപ്പോഴും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു.